Hi friends, welcome to TechiSpace Malayalam. Channel ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഗിവ്അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് Redmi റീസെൻ്റ്ലി ഗ്ലോബലി ലോഞ്ച് ചെയ്ത Redmi Note 9ന്റെ വിശേഷങ്ങളാണ്. Redmi ഇപ്പോൾ ഗ്ലോബലി 3 ഡിവൈസുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Redmi Note 9, Redmi Note 9S, Redmi Note 9 Pro എന്നീ 3 ഫോണുകളാണ് Xiaomi ഗ്ലോബലി ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതിൽ Redmi Note 9S എന്ന് പറയുന്നത് ഇന്ത്യയിൽ ഇറങ്ങിയ Redmi Note 9 Pro ആണ്. അതുപോലെ തന്നെ Redmi Note 9 Pro ഗ്ലോബലി ഇറങ്ങിയത് ഇന്ത്യൻ വേർഷൻ Redmi Note 9 Pro Max ആണ്. അപ്പോൾ നമുക്ക് ഇന്ത്യയിൽ ഇനി ലോഞ്ച് ചെയ്യാനായിട്ട് നമ്മൾ കാത്തിരിക്കുന്നത് Redmi Note 9 ആണ്. അതിൻ്റെ ഫീച്ചേഴ്സും മറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇപ്പോൾ Redmi Note 9ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് Helio G85 എന്ന പ്രോസസ്സറാണ്. ഒരു ഹൈ പെർഫോമൻസ് പ്രോസസ്സറാണ്. ഒരു നല്ല ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു ഡിവൈസാണ് Redmi Note 9. 5020 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് Redmi Note 9ൽ വരുന്നത്. 1840 മാക്സിമം 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടഡ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷെ നമുക്ക് ബോക്സിൻ്റെ ഒപ്പം ലഭിക്കുന്നത് 22.5 വാട്ട് വരെ സപ്പോർട്ട് ചെയ്യുന്ന ഫാസ്റ്റ് ചാർജറാണ്. നമുക്ക് മറ്റ് ഡിവൈസുകൾ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസുകളുണ്ടെങ്കിൽ നമുക്ക് അതിനകത്തും ഈ ചാർജർ ഉപയോഗിക്കാവുന്നതാണ്. നല്ലൊരു ചാർജറാണ് നമുക്കൊപ്പം തന്നെ ലഭിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് റിവേഴ്സ് ചാർജിങ്ങും പോസിബിൾ ആണ്. മാക്സിമം 9 വോട്ട് വരെ നമുക്ക് റിവേഴ്സ് ചാർജിങ്ങും നമുക്ക് അവൈലബിൾ ആണ്. 6.53 ഇഞ്ചിൻ്റെ പഞ്ച് ഹോൾ ഡോട്ട് ഡിസ്പ്ലേ ആണ് Redmi Note 9 Proയിൽ നമുക്ക് വരുന്നത്. അതുപോലെ തന്നെ Gorilla Glass 5ൻ്റെ പ്രൊട്ടക്ഷനും നമുക്ക് Redmi Note 9ൽ ലഭിക്കുന്നതാണ്. ഇനി നമ്മൾ ക്യാമറയിലേക്ക് വരാണെങ്കിൽ പതിവ് പോലെ തന്നെയുള്ള ഒരു ക്യാമറ ഡിസൈൻ തന്നെയാണ് Redmi Note 9ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ക്വാഡ് ക്യാമറയാണ് Redmi Note 9ൽ വരുന്നത്. 48 മെഗാപിക്സലിൻ്റെ മെയിൻ ക്യാമറ, 8 മെഗാപിക്സലിൻ്റെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ്, 2 മെഗാപിക്സലിൻ്റെ ഡെപ്ത് സെൻസർ, 2 മെഗാപിക്സലിൻ്റെ മാക്രോ ലെൻസും ചേർന്നാണ് ക്വാഡ് ക്യാമറ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സ്ഥിരം കണ്ടുവരുന്ന ഒരു ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് Redmi Note 9ലും ക്യാമറ പ്ലേസ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമ്മൾ ഇൻ ഡിസ്പ്ലേ ഫ്രണ്ട് ക്യാമറയിലേക്ക് വരാണെങ്കിൽ 13 മെഗാപിക്സലിൻ്റെ ഫ്രണ്ട് ക്യാമറയാണ് Redmi Note 9ൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നമുക്ക് Redmi Note 9 അവൈലബിൾ ആയിരിക്കുന്നത് 3GB 64GB വേരിയൻറ്റും 4GB 128GB വേരിയൻറ്റുമാണ്. 6GB റാം വേരിയൻ്റ് ഓപ്ഷൻ നമുക്ക് Redmi Note 9 അവൈലബിൾ അല്ല. പിന്നെ ഇപ്പോൾ ഇത് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഗ്ലോബലി ആണ്. നമുക്ക് ഇന്ത്യയിൽ ഇത് ലോഞ്ച് ചെയ്തിട്ടില്ല. ഇപ്പോൾ നമുക്ക് ഗ്ലോബലി അറിയാനായിട്ട് സാധിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 3GB വേരിയൻറ്റിന് തന്നെ 15,000 രൂപയും 4GB വേരിയൻറ്റിന് 18,000 രൂപയാണ് നമുക്ക് ഏകദേശം അറിയാനായിട്ട് സാധിക്കുന്നത്. പക്ഷേ എന്തായാലും ഈ ഒരു പ്രൈസിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു കാരണവശാലും Redmi Note 9 ഇവിടെ വിജയിക്കില്ല. അപ്പോൾ ഇവിടെ എന്തായാലും നമുക്ക് നല്ലൊരു പ്രൈസ് കുറഞ്ഞ ഒരു റേറ്റിൽ നമുക്കിവിടെ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏകദേശം ഒരു 11,000-12,000 മേലേക്ക് പോകാനായിട്ട് നമുക്ക് സാധ്യതയില്ല. ആ ഒരു പ്രൈസിൽ ഇറങ്ങിയാലാണ് എന്തായാലും വിജയിക്കുള്ളൂ. കാരണം നമുക്ക് Redmi Note 7 ആണെങ്കിലും Note 8 ഒക്കെ ആണെങ്കിലും നമുക്കൊരു 9,000-10,000 രൂപ ബഡ്ജറ്റിൽ ഇറങ്ങിയ ഡിവൈസുകളാണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു പ്രൈസിൽ തന്നെ ഇറങ്ങിയാൽ തന്നെയാണ് Redmi Note 9 ഇന്ത്യയിൽ വിജയിക്കുള്ളൂ. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. എല്ലാ ആഴ്ചയും നടത്തുന്ന ഗിവ്അവേകളിൽ പങ്കെടുത്ത് നിങ്ങൾക്ക് സമ്മാനങ്ങൾ നേടാം.